തിരുനെൽവേലി അരവിന്ദ് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെക്ക് ചെയ്തപ്പോൾ ദേ വാസ് ലൈക്ക് ഷോക്ഡ്. അവർ ചോദിച്ചു ഇതെങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്. ഞങ്ങൾ പറഞ്ഞു ആയുർവേദത്തിൽ എടുക്കുന്നുണ്ട്. മച്ച് മച്ച് ബെറ്റർ എന്നാണ് ആദ്യം എന്നെ ഡയഗ്നോസ് ചെയ്തതും പിന്നെയും മച്ച് മച്ച് ബെറ്റർ എന്നാണ് പറഞ്ഞു. അത് കേട്ട ഉടനെ ഞാൻ തുള്ളി കളിച്ചില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ഹാപ്പി. അതിന്റെ റിസൾട്ട് വന്നപ്പം പിന്നെ ആർക്കും ഒന്നും പറയാനില്ല അവിടെ. എന്നെ നോക്കി ഓ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നമ്മൾ പറയണം. കിച്ചൺ ആയാലും സ്റ്റാഫ് ആയാലും കിച്ചണിലെ സ്റ്റാഫ് എല്ലാവരും നല്ല അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ബിഹേവിയർ ആയാലും നമ്മൾക്ക് പെരുമാറുന്ന എല്ലാം നല്ല അടിപൊളിയാണ്. ഹായ് ഓൾ, എൻ്റെ പേര് ഡോക്ടർ അനഘ എന്നാണ്. ഞാൻ ജനറൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ജർമ്മനിയിലാണ്. സോ എനിക്ക് റെറ്റിനൽ വാസ്കുലൈറ്റീസ് എന്നൊരു ഡിസീസ് ഡയഗ്നോസ് ചെയ്തായിരുന്നു 2021. സോ ഐ വാസ് ലൈക്ക് മാക്സിമം എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ പോയായിരുന്നു. നമ്മുടെ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റീറോയിഡ്സ് മാത്രമേ ഉള്ളൂ ഇതിന് ഓപ്ഷൻ ആയിട്ട്. അപ്പം ഞാൻ പല ഹോസ്പിറ്റലിൽ പോയി. ആസ് ഐ നോ ലൈക്ക് ഇതിന് സ്റ്റീറോയിഡ്സ് മാത്രമേ ഉള്ളൂ എന്നാലും വീട്ടില് ലൈക്ക് പ്രഷറായിരുന്നു, അവർക്ക് ടെൻഷൻ കാണുമല്ലോ. സോ അങ്ങനെ ഞാൻ പല ഹോസ്പിറ്റലിൽ പോയായിരുന്നു. എല്ലായിടത്തും സെയിം ഇതാ പറഞ്ഞ്. അപ്പം എന്നിട്ട് ഞാൻ യൂട്യൂബിൽ ചുമ്മാ സ്ക്രോൾ ചെയ്തപ്പോൾ ഇവിടുത്തെ റിവ്യൂ ഒരു കൊച്ചിട്ടേക്കുന്ന കണ്ടായിരുന്നു. റെറ്റിനൽ വാസ്കുലൈറ്റീസിന് ക്യൂറായി എന്നുള്ളൊരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയസ് തോന്നിയിട്ട് ആയുർവേദം ഡോക്ടറിനെ വിളിച്ച്, ഇവിടുത്തെ ഗോകുലം ഡോക്ടറിനെ വിളിച്ച് കൺസൾട്ട് ചെയ്തായിരുന്നു ഞാൻ ഫോൺ വഴി. അപ്പം ഡോക്ടർ വാട്സാപ്പിൽ കൂടെ എൻ്റെ പഴയ ഹിസ്റ്ററി ഒക്കെ അയച്ചു തരാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ എല്ലാം അയച്ചു കൊടുത്തു. അപ്പം ഡോക്ടർ നോക്കിയിട്ട് കൺസൾട്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വന്നപ്പം ആക്ച്വലി എനിക്കൊട്ടും എനിക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ബൈ ഗോഡ്സ് പ്രേയേഴ്സ് എന്നൊക്കെ പറയാൻ ഡോക്ടറിനെ കണ്ടുമുട്ടിയെ. ആക്ച്വലി ഡോക്ടർ വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. എനിക്കത് എല്ലാരും പറഞ്ഞു അത് പറ്റത്തില്ല, മീൻസ് ഇനി ഒരു തിരിച്ചു പോക്കില്ല തന്നെയാണ്. പക്ഷെ അതെനിക്കറിയാം. പക്ഷെ എന്നാലും ഡോക്ടർ അത് ലൈക്ക് ഒരു പോസിറ്റീവ് രീതിയിൽ ഹാൻഡിൽ ചെയ്തു. എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, ലൈക്ക് നമുക്കൊരു ലോസ്ഡ് ആയ കാര്യം എനിക്ക് തിരിച്ചു കിട്ടത്തില്ല, ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. വന്ന് ഡോക്ടറിനോട് സംസാരിച്ച് അപ്പൊ ഡോക്ടർ പറഞ്ഞ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല, 2-3 years കണ്ടിന്യൂസ്ലി എടുക്കണമെന്നേ ഉള്ളൂ, മെഡിസിൻസ് ഫോളോ ചെയ്യണം, ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, അപ്പം ഇതിനെന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഞാൻ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്റെ 4th ടൈമാണ്. ആദ്യത്തെ 3 പ്രാവശ്യം ചെയ്തു, നല്ല മാറ്റം ഉണ്ടായിരുന്നു. മീൻസ് ഞാൻ ഓരോരോ പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോഴും ടു ബി ഫ്രാങ്ക്, പിറമേ ഞങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും എന്റെ കൊളീഗ്സ് ആയാലും ഐ വാസ് ലൈക്ക് ടീസിങ് മീ, നീ അലോപ്പതിക്ക് ഇരുന്നിട്ട് നീ എന്തിനാ ആയുർവേദിക്ക് പോയി ചെയ്യുന്നത്, ഇതിനൊരു മാറ്റം ഇല്ല എന്നെ ഭയങ്കരമായിട്ട് ഈ അടിച്ചമർത്തലുണ്ടല്ലോ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഐ വാസ് നെവർ ബോദറിങ് ഓൾ ദി സ്റ്റഫ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ലൈക്ക് ഞാൻ അലോപ്പതിക്ക് ആണെങ്കിലും എനിക്ക് ആയുർവേദിക് സംഭവങ്ങളാണ് കൂടുതലും ഇഷ്ടം ഞാൻ ചെയ്യുന്നതിൽ. അപ്പം എല്ലാരും എന്നെ ഭയങ്കര ടീസ് ചെയ്ത്, മാറാൻ പോകുന്നില്ല, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ, നീ ഇങ്ങനെ വെറുതെ പൈസ കൊണ്ട് കളയുന്നേ എന്നൊക്കെ ഭയങ്കരമായിട്ട്. അപ്പം ഇവൻ എന്റെ കസിൻ പോലും. സോ ആഫ്റ്റർ 2 പ്രാവശ്യത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം ഓരോ പ്രാവശ്യവും ബെറ്റർ ആയിരുന്നു. ആദ്യത്തെ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യം മച്ച് ബെറ്റർ ആയിരുന്നു. 2ാമത്തെ പ്രാവശ്യം കഴിഞ്ഞ ശേഷം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഈ പറയുന്നവർക്ക് നമുക്കൊരു മറുപടി കൊടുക്കണ്ടേ, ലൈക്ക് വി ഹാവ് ടു ഗീവ് എ റിപ്ലൈ അല്ലേ. ഞങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഞാൻ ലൈക്ക് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ഒരിടത്തും. ഫസ്റ്റ് ടൈം ഐ എം റിലീവിങ് ദാറ്റ്. തിരുനെൽവേലി അരവിന്ദ് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെക്ക് ചെയ്തപ്പോൾ ദേ വാസ് ലൈക്ക് ഷോക്ഡ്. അവർ ചോദിച്ചു ഇതെങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്. ഞങ്ങൾ പറഞ്ഞു ആയുർവേദത്തിൽ എടുക്കുന്നുണ്ട്. മച്ച് മച്ച് ബെറ്റർ എന്നാണ് ആദ്യം എന്നെ ഡയഗ്നോസ് ചെയ്തതും പിന്നെയും മച്ച് മച്ച് ബെറ്റർ എന്നാണ് പറഞ്ഞു. അത് കേട്ട ഉടനെ ഞാൻ തുള്ളി കളിച്ചില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരു സൈഡിൽ കൂടെ ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആണെന്ന് ഞാൻ മറ്റുള്ളവർക്ക് ഫൈറ്റ് ചെയ്യായിരുന്നു. മറ്റവര് മീൻസ് ഫാമിലി മെമ്പേഴ്സ് തന്നെ അത് എഗെയിൻസ്റ്റ് എന്നിൽ ഫൈറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയായിരുന്നു, ഞാൻ എന്റെ ഹസ്ബൻഡ് അതിന് എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യായിരുന്നു. സോ ഐ വാസ് ലൈക്ക് മച്ച് മച്ച് ഹാപ്പി. ആൻഡ് ഞാൻ അപ്പൊ തന്നെ ഉടനെ വിളിച്ചു പറഞ്ഞു എനിക്ക് റിസൾട്ട് ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ എനിക്ക് എന്തേലും റിസൾട്ട്, ഈ പറയുന്ന ആൾക്ക് തിരിച്ചു വല്ലതും കൊടുക്കണ്ടേ ഒരു ഇതായിരുന്നു. എന്നിട്ട് അത് ഐ വാസ് ഫോഴ്സ്ഡ് ടു ഗോ ആണ്. അവിടെ ഞാൻ ഫോഴ്സ്ഫുള്ളി പോകപ്പെട്ടതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചെക്ക് ചെയ്താൽ നീ ചെക്ക് ചെയ്ത് പറ എന്നതായിരുന്നു റെസ്പോൺസ്. സോ അപ്പം ഇപ്പൊ തേർഡ് ടൈം കഴിഞ്ഞപ്പോ 4th ടൈം ആണ്. ഇടയിൽ ഞാൻ പ്രഗ്നൻസി കാരണം 2 years എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞപ്പോ ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ വന്നപ്പോഴും എനിക്ക് കോൺഫിഡന്റ് കുറച്ച് കുറഞ്ഞു. ഞാൻ ഇന്നലെ ഡോക്ടറോട് സംസാരിച്ചപ്പോ ഇത് പറ്റുമോ, കാരണം ഒരു ലോങ് ഗ്യാപ്പ് വന്നത് കൊണ്ട് എങ്ങനെയാണ് അതെനിക്ക് ഫോർവേഡ് കൊണ്ടുപോകണമെന്നൊരു ബുദ്ധിമുട്ടാണ്. ഡോക്ടർ വാസ് ലൈക്ക് ഇവിടെ അല്ലേ നമ്മൾ ഡോക്ടറോട് സംസാരിക്കുമ്പം
ഒരു ഫ്രണ്ട്ലി വൈബാണ്. ലൈക്ക് നമുക്ക് സംസാരിക്കാം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ പേടിച്ചയോ ഡോക്ടറിന് എന്തെങ്കിലും പറയോ അങ്ങനെ ഒന്നുമില്ല. സോ അതൊരു വലിയൊരു കംഫർട്ട് സോണാണ്. സോ ഡോക്ടർ പറഞ്ഞു പറ്റും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഈ ഫോർത്ത് ടൈമിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, അടിപൊളിയാണ്. ചെക്ക് ചെയ്തപ്പോൾ ഞാൻ വന്ന ടൈം എനിക്ക് കോൾഡ് കഫ് എല്ലാം ഉണ്ടായിരുന്നു. സോ അത് ഗ്രാജുവലി എല്ലാം കുറഞ്ഞു. എനിക്ക് വീസിങ് പ്രോബ്ലം ഉള്ള ഒരാളാണ് ഞാൻ. അത് ടു ബി ഫ്രാങ്ക്, ഞാൻ പ്രഗ്നൻസി ടൈം തൊട്ട് ഞാൻ പിന്നെ ഇൻഹേലർ എടുത്തിട്ടില്ല. ഇൻഹേലർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു, എടുത്തിട്ടില്ല. സോ ഇവരുടെ മെഡിസിൻസും ഡയറ്റും കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. ചില ടൈം ടു ബി ഫ്രാങ്ക് ചിലപ്പം ചിട്ടയൊക്കെ കാണിക്കാറുണ്ട് ഞാൻ. അങ്ങനെ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. പക്ഷെ എന്നിട്ടും എനിക്ക് മച്ച് ബെറ്റർ റിസൾട്ട് ആണ് കിട്ടുന്നത് മെഡിസിനിലൂടെ ആയാലും. അങ്ങനെ അപ്പം ആദ്യം വന്നപ്പം എനിക്ക് 3 മീറ്ററെ കാണാൻ പറ്റത്തുള്ളായിരുന്നു വിഷൻ. ഇപ്പൊ അത് 6 മീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അത് വന്നപ്പോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് കുറവായിരുന്നു. ഇപ്പം ഡേ ബൈ ഡേ ഓരോരോ സിറ്റിംഗ് പോകെ ലൈക്ക് ഇനിയും വരണം ട്രീറ്റ്മെന്റ് ചെയ്യാൻ, ഇനിയും വന്ന് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കണം എന്നൊക്കെ ഒരു ഫീലിംഗ് തോന്നി തുടങ്ങി. സോ ഞാൻ പറയുന്ന മറ്റുള്ളവർ എല്ലാരും പലതും പറയും, പലതും പറയും. സോ അത് കേട്ടിട്ട് ബാക്ക് അടിക്കാതിരിക്കുന്നു. നമുക്ക് എന്താ തോന്നുന്നത് അത് നമ്മൾ മൈൻഡിന് തോന്നുന്നു. വന്നപ്പം 2 ലൈനാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് മാറി 4 ലൈൻ ഞാൻ വായിക്കുന്നുണ്ട്. വിഷൻ എനിക്ക് ലെറ്റേഴ്സ് ഞാൻ 4 ലൈൻ വായിക്കുന്നുണ്ട്. സോ അത് തന്നെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ എനിക്ക് കരുതുന്നത്. ഗോഡ് ബ്ലെസ് ചെയ്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ എവിടെയോ ഒരു കയ്യൊപ്പം എന്നൊക്കെ പറയാലോ, എല്ലാം കഴിഞ്ഞു ഇനി ഒന്നുമില്ല എന്ന് പറയുന്നിടത്തുനിന്ന് ദൈവം എന്നെ ഇവിടെ ഞാൻ പലപ്പോഴും ആലോചിക്കും, ദൈവം എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻ എനിക്ക് എന്തായാലും ദൈവം തന്നിരിക്കും. അപ്പം അത് ഗോകുലം ഡോക്ടർ വഴി എനിക്ക് ഗൈഡ് ചെയ്യാനും പല കാര്യങ്ങൾ. ഇപ്പൊ എനിക്കിപ്പം ഞാൻ പുറത്താണ്, ഞാൻ പറഞ്ഞ പോലെ ജർമ്മനി ഞാൻ ഡോക്ടറാണ്. അപ്പം അവിടുന്ന് എനിക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ കോള് വഴിയാണ് വിളിച്ച് ചോദിക്കുന്നത്. ഡൗട്ട്സ് ആയാലും കാര്യങ്ങളായാലും ഭയങ്കര അക്സസബിൾ ആണ്, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പം പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ഇതൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നിട്ടുണ്ട്. സോ ഓവറോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് വീണ്ടും വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിട്ടും ഇപ്പം എനിക്കൊരു നല്ല രീതിയിൽ കോൺഫിഡന്റ് ഉണ്ട്. എന്റെ വാസ്കുലൈറ്റിസ് കംപ്ലീറ്റ്ലി ക്യൂർ ആകും എന്നുള്ള ഒരു കോൺഫിഡന്റ് ഉണ്ട്. സോ എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അപ്പം ബൈ ജീനിനുണ്ടായിരുന്നു, ഡയഗ്നോസ് ചെയ്ത് 2021 സോ ആക്ച്വലി എന്തെന്ന് വെച്ചാൽ ഇപ്പം ആയുർവേദം സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഇല്ല, നമ്മളെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് മെയിൻ. ഞാൻ ആദ്യത്തെ 2 മാസം ഞാനത് പറയാൻ പറ്റുമോ, ആദ്യം ഞാൻ ഡയഗ്നോസ് ചെയ്ത സമയത്ത് ഈ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടും ഞാൻ 2 മാസം സ്റ്റീറോയിഡ് എടുത്തായിരുന്നു. അത് ലൈക്ക് എടുക്കേണ്ടി വന്നു, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, അങ്ങനെ എടുത്തു. പക്ഷെ അതിനെ ചൊല്ലി കുറേ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ വന്നായിരുന്നു. അപ്പം അത് പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെയാണ് വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ആയുർവേദം എടുക്കാം എന്ന് പറഞ്ഞ് വന്നത്. സോ ഐ വാസ് ലൈക്ക് സെയിങ്, ഇപ്പം 2 സൈഡ് ആയാലും ഇപ്പം ആയുർവേദത്തിന് നമ്മൾ നോക്കുകയാണെങ്കിലും അതിപ്പം സൈഡ് എഫക്ട്സ് ലെസ് ആയിരിക്കും. നമുക്ക് ലോങ് ടേം ട്രീറ്റ്മെന്റ് എടുക്കണമെന്നുള്ളൂ. പക്ഷെ റിസൾട്ട് കുറച്ച് പയ്യെ വരുമെന്നാണെങ്കിൽ നമ്മൾ പേഷ്യൻസ്ലി വെയിറ്റ് ചെയ്ത് ഇരിക്കുക. മറ്റേതാണെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, റിസൾട്ട് പെട്ടെന്ന് കിട്ടി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടും നമ്മളെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മാറ്റി നമ്മൾ ദിനചര്യ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേ റൊട്ടീൻലി ഫോളോ ചെയ്ത് പോകുമ്പോഴേ അതിൻ്റെതായ ഒരു എന്തായാലും ഇപ്പം ലൈഫ് സ്റ്റൈലിലായാലും ഇപ്പം ഡെയിലി രാവിലെ എണീക്കുന്ന തൊട്ട് രാത്രി വരെ ഉള്ളത് ദിനചര്യ കാര്യങ്ങൾ നമ്മളൊന്ന് ഫോളോ ചെയ്ത് പോകുമ്പോഴേ എന്തിനേലും അതിനൊരു റിസൾട്ട് ഉണ്ടെന്ന് ഞാനാണ് ഏറ്റവും വലിയ തെളിവ്. സോ ഞാൻ ഇപ്പോഴും അതിങ്ങനെ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറമേ ആൾക്കാർ ഇനി എന്ത് തന്നെ പറഞ്ഞോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയും റിസൾട്ട് വരികയും തോന്നുകയും ചെയ്ത് അതിന് എന്തിനെ പറഞ്ഞാലും അതിന് സ്റ്റിക്ക് ഡൗൺ ചെയ്ത് നിൽക്കുക. ഇപ്പം ഞാൻ കേൾക്കാത്തതായ ടീസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഞാൻ എന്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഡോക്ടർ ആയിരുന്നിട്ട് നീ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഐ വാസ് ഫൈൻ. ഞാൻ ചെയ്യുന്ന എന്താന്ന് ദൈവത്തിന് അറിയാം. നമ്മൾ നേരെ വഴിക്ക് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നു. അതിന്റെ റിസൾട്ട് വന്നപ്പം പിന്നെ ആർക്കൊന്നും പറയാനില്ല അവിടെ. എന്നെ നോക്കി ഓ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്റെ കുറെ ഫ്രണ്ട്സിനും ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്തായിരുന്നു ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ ഇവിടെ ഇപ്പം ഇവിടെ എല്ലാം നമ്മൾ പറയണം. കിച്ചൺ ആയാലും സ്റ്റാഫ് ആയാലും കിച്ചണിലെ സ്റ്റാഫ് എല്ലാവരും നല്ല അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ബിഹേവിയർ ആയാലും നമ്മുടെ പെരുമാറുന്ന എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പം ഇവിടെ വന്ന് ചെയ്യണം എന്നുള്ളവർക്ക്
100-200% ഞാൻ ഉറപ്പ് തരുന്നു ഇത് ക്യൂർ ആവും. സ്വാഭാവികമായിട്ടും ഡോക്ടർ അതിന്റെ കറക്റ്റായ രീതിയിൽ നമ്മൾക്ക് ഫോളോ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവിക ചേഞ്ച് വന്നു തുടങ്ങും. ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന തിരുവല്ലയിൽ മഞ്ഞാണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ലൈക്ക് നമുക്കൊരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു ഫീല് വരത്തില്ല. ഒരു ഹോംലി എൻവയോൺമെന്റ് ആണ്. ഫുള്ള് പച്ചപ്പായിട്ട് വയല് പാടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ബാൽക്കണിയാണ്. അപ്പൊ ഞങ്ങള് പോയ പ്രാവശ്യം ഞാൻ വന്ന റൂമൊക്കെ ബാൽക്കണി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഇറങ്ങി നിന്ന് ബാൽക്കണിയൊക്കെ നോക്കി കുറെ നേരം നിൽക്കും. അങ്ങനെയൊക്കെ എന്താ പറയുക, നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു വൈബ് കിട്ടത്തില്ല. ലൈക്ക് നമ്മളൊരു ഹോംലി ഹോമിൽ നിൽക്കുന്നു. നമുക്ക് അതാണല്ലോ കംപ്ലീറ്റ്ലി പക്ക കംഫർട്ടബിൾ ആണ്. ലൈക്ക് നമ്മളൊരു വീട്ടിൽ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഫീലാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബൈ മൈ സൈഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു 200%. സോ യു ക്യാൻ കം ആൻഡ് ഗെറ്റ് ട്രീറ്റ്മെന്റ്. ബൈ.